സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പം നമ്മുടെ സാബു സീസൺ 6ലേക്ക് ഒരു ചലഞ്ചറായിട്ട് ഹോട്ടൽ ടാസ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടു കഴിഞ്ഞു ഈ ഒരു ഹോട്ടൽ ടാസ്ക് നമ്മുടെ ഈ ഒരു കണ്ടസ്റ്റൻറ്റ് സീസൺ 6 എങ്ങനെയാണ് ചെയ്തതെന്ന്. ഇതുപോലൊരു ക്ലാസിക് ടാസ്ക് മുൻ സീസണുകളിലെല്ലാം വളരെ മനോഹരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ടാസ്ക്കാണ് നമ്മുടെ ഈ ഒരു സീസൺ 6 മുതുവാഴകൾ എന്ന് പറയാവുന്ന കണ്ടസ്റ്റൻസ് ഇത് ഇത്രയും മോശമായിട്ട് ചെയ്തിരിക്കുന്നത്. ബിഗ് ബോസ് പോലും പല തവണ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. എന്നിട്ടും ഒരുത്തനും ഒരു കൂസലുമില്ല. എത്ര വൃത്തികെട്ട രീതിയിൽ ചെയ്യാമോ, എത്ര മോശമായ രീതിയിൽ ചെയ്യാമോ അത്രയും മോശമായ രീതിയിലാണ് ഈ ഒരു ടാസ്ക് നമ്മുടെ ഈ ഒരു സീസൺ 6 കണ്ടസ്റ്റൻസ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് ഈ ഒരു സീസൺ 6 മൊത്തം വാഴകളാണെന്ന് പറയുന്നത്. ഏത് രീതിയിൽ ഒരു ടാസ്കിനെ എടുക്കണം, എങ്ങനെ ചെയ്യണമെന്ന് ഒരു വിവരവുമില്ല. പിന്നെ ചലഞ്ചറായിട്ട് വന്ന സാബുവിന് തന്നെ കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ഒരു സൈഡിൽ നിന്ന് പയ്യെ കുറച്ച് തീപ്പൊരികൾ ഇട്ട് കത്തിച്ചു തുടങ്ങേണ്ട ഒരു അവസ്ഥയിലെത്തി. എന്തായാലും പുള്ളി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ടാസ്കിനെ ആ ഒരു രീതിയിൽ അലമ്പാക്കിക്കൊണ്ട് മറ്റ് എല്ലാ കണ്ടസ്റ്റൻസും ഇരുന്നപ്പോൾ സാബുവിൻ്റെതായ രീതിയിൽ ചില ഐഡിയകളും ചില കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് അതൊന്ന് കുറച്ചെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആക്കിയത്. അതല്ലാതെ ആ ഒരു ടാസ്കിനിടയിൽ മികച്ചത് എന്ന് പറയാൻ ഒന്നും തന്നെയില്ല. അതിനിടയിൽ സാബുവിൻ്റെ ഒരു പ്രാങ്ക് ഒക്കെ നടത്താൻ നോക്കി. പ്രാങ്ക് നടത്താൻ ഏൽപ്പിച്ചത് നമ്മുടെ സായി, നന്ദന, അപ്സര, അതുപോലെ തന്നെ ശരണ്യ എന്നിവരുടെ ഒരു ടീമിനെയാണ് ഏൽപ്പിച്ചത്. അവരോട് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞത് നോറയാണ് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞത്, നമ്മുടെ പവർ ടീമിലുള്ള നോറയാണ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഇവർ പ്രാങ്ക് ചെയ്യാൻ പോയി ഏറ്റെടുത്തത് ലാസ്റ്റ് ഋഷിയുടെ തലയിലേക്ക് വന്നു. കാരണം ഇവർ പ്രാങ്ക് ചെയ്യാൻ ആരെ ഉദ്ദേശിക്കുന്നു അവരെയാണ് പ്രാങ്ക് ചെയ്യേണ്ടത്. കാരണം അവരതിൽ നിന്ന് വഴുതി മാറിപ്പോകുമ്പോൾ പോലും ഇവർ ആ ഒരു വ്യക്തിനെയല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവർക്ക് മുന്നിലേക്ക് ആര് വരുന്നോ അവരുടെ മേൽ കയറി ലാസ്റ്റ് ഈ സംഭവം കറങ്ങി തിരിഞ്ഞ് സീരിയസ് ആയി ഋഷി ഈ സംഭവം ഏറ്റെടുക്കുകയും ഒരു മുട്ടനടി തന്നെ അവിടെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി ആ ഒരു സംഭവം. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു അടിയോടുകൂടി മൊത്തത്തിൽ പലരുടെയും ഒരു ഉള്ളിലിരിപ്പുകൾ പലതും പുറത്തേക്ക് വന്ന് ആരൊക്കെ ഒളിഞ്ഞിരിക്കുന്നു, ആരൊക്കെ പുറത്തേക്ക് വരുന്നു, ആരുടെയൊക്കെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇത്രയും ദിവസവും കണ്ടതും ഇത്രയും ദിവസവും പലരും ഒളിപ്പിച്ച് വെച്ചത് പല കാര്യങ്ങളും പുറത്തേക്ക് വരാനൊക്കെ ഈ ഒരു സംഭവം സഹായിച്ചു. ഋഷി എന്താണെന്നും അതുപോലെ തന്നെ ഋഷി നമുക്ക് എല്ലാവർക്കും അറിയാം അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത വള്ളിയെല്ലാം കയറി പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതും ഋഷിയുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ താനും കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ഋഷി ഇടപെടത്തില്ല. അത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ചിന്തിക്കാതെ കൂടെ നിൽക്കുന്ന, അതായത് നമ്മുടെ പവർ ടീമിൽ അൻസിബ ഉള്ളതുകൊണ്ട് തന്നെ അൻസിബയ്ക്കും അല്ലെങ്കിൽ അവരുടെ ടീമിന് നേരെ വന്ന ഒരു സംഭവവും ഋഷി HR ആയിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ടും ആ ഒരു പ്രശ്നത്തെ മാത്രം ഋഷി അവരെ ബാക്കിയുള്ളവരെല്ലാം തെറ്റാണെന്ന രീതിയിൽ ആ സംഭവം സ്വന്തം ഇതിലേക്ക് ഏറ്റെടുത്ത് അനാവശ്യമായി ചില കാര്യങ്ങൾ ഒടിച്ച് ആ ഒരു സംഭവം സ്വന്തം ഇഷ്യൂ ആക്കി മാറ്റി വലിയൊരു അടിയാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതൊരു പ്രാങ്കാണെന്ന് അറിഞ്ഞിട്ട് പോലും ഋഷിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ലായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് എടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഋഷിയാണ് കണ്ടത്. തുടക്കം മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു ഋഷി. ഗെയിമിലേക്ക് കുറച്ച് ടാസ്കുകളൊക്കെ കഴിച്ച് ഗെയിമിലേക്ക് ഒന്ന് വരുന്ന ഒരു സ്റ്റേജിൽ എത്തിയിരുന്ന ഋഷി. എന്നാൽ പോലും ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാനോ അത് ഏത് രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നോ അത് വേണ്ട രീതിയിൽ അപ്രോച്ച് ചെയ്യാനോ ഋഷിക്ക് സാധിക്കുന്നില്ല. എന്തായാലും സീസൺ ഓഫ് വാഴകളെന്ന് തന്നെ നമ്മൾ എഴുതി കൊടുത്തിരുന്ന സംഭവം അത് അങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. ഇനി അത് മാറാനും പോകുന്നില്ല. പിന്നെ സാബു വന്നതുകൊണ്ട് മാത്രം കുറച്ച് എൻഗേജ്മെൻറ്റും കാര്യങ്ങളും വരുത്തുന്നുണ്ട്. അപ്പോൾ നാളെയും എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.